ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SNDPയുടെ രാഷ്ട്രീയ നിലപാട് എന്ത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് 18 കേരളത്തോട് വ്യക്തമാക്കിയത്. അതിന്മേലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ മോദി സ്തുതി എന്തടിസ്ഥാനത്തിലാണ് എന്നറിയില്ല എന്നാണ് AK ബാലൻ പറയുന്നത്. കേരളത്തിലെ സമുദായങ്ങളും നേതാക്കളും BJPക്ക് ഒപ്പം നിൽക്കില്ല എന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചിട്ടില്ല എന്നുമാണ് AK ബാലൻ പറയുന്നത്. ഇടതുപക്ഷത്തിനെതിരെ പറയാനുള്ള ആളല്ല വെള്ളാപ്പള്ളി എന്നും AK ബാലൻ പ്രതികരിച്ചു. വലിയ തോതിൽ മോദി സ്തുതികൾ വരുന്നൊരു കാലമാണുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഭയങ്കരമായിട്ട് മോദി ഭരണത്തിനെ അനുകൂലിച്ചുകൊണ്ട് NDA വീണ്ടും അധികാരത്തിൽ വരും, മോദിയുടെ നല്ല ഭരണമാണ്, അയോധ്യ വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നൊക്കെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെതായ ഒരു ഇൻ്റർവ്യൂ ന്യൂസ് 18 തന്നെ പുറത്തു വന്നിട്ടുള്ളത്. അത് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്ന ഒരു സാധാ നിലയിലുള്ളൊരു സമീപനമുണ്ട്. ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ആ സമീപനത്തിന് എതിരായിട്ടുള്ളൊരു പരാമർശമാണത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മനസ്സുമായി ഇണങ്ങിപ്പോകുന്ന ഒരു മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ LDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ച പറ്റി, ഈഴവർക്കൊന്നും അർഹിച്ച പ്രാതിനിധ്യം കൊടുത്തില്ല എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. ആവശ്യം പോലെ ഈഴവ സംവരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഞങ്ങൾ എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ആ സമുദായത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോഴും മത്സരിക്കുന്നത്. ഞാൻ ആളുടെ പേരും മണ്ഡലമൊന്നും പറയാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ശോഭാ സുരേന്ദ്രന് ഈഴവ പ്രതിനിധിയാണ്, ഈഴവരുടെ വോട്ട് ശോഭയ്ക്ക് ലഭിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരാളൊക്കെ ഇങ്ങനെ പെട്ടെന്നൊരു രാഷ്ട്രീയ മാറ്റം, അത് ഒരു വലിയ തോതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മോദി സ്തുതിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ അപകടം തന്നെയല്ലേ? അല്ല, ഞാൻ ഒന്നാമത് ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടില്ല. സാധാരണ നിലയിൽ ഇടതുപക്ഷവുമായി ഒത്തിണങ്ങി പോകുന്ന ഒരു മനസ്സാണ് വെള്ളാപ്പള്ളിയുടേത്. ശക്തമായിട്ടുള്ളൊരു നിലപാടെടുത്തതായിരുന്നു NSSൻ്റെ നേതൃത്വം ഒരു ഘട്ടത്തിൽ. പക്ഷേ അവർ ആ സമദൂരത്തിൽ തന്നെ സുകുമാരൻ നായർ നിൽക്കുകയാണല്ലോ. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് ഇടതുപക്ഷത്തെ അങ്ങനെ നശിപ്പിക്കണം എന്ന വികാരത്തോട് പൊതുയോജിപ്പില്ല സമുദായ സംഘടനകൾക്ക് എന്നുള്ളത് തന്നെയാണ്. അതിൽ മാതൃകാപരമായിട്ടുള്ള സമീപനം തന്നെയാണ് NSSും SNDPയും കാട്ടിയിട്ടുള്ളത്. പിന്നെ അതിലുള്ള ചില നേതാക്കന്മാർ അവർ എല്ലാ പാർട്ടിയിലും പെട്ട ആൾക്കാരില്ലേ, അങ്ങനെയുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ മുൻപന്തിയിൽ വന്നു എന്ന് വരാം. അങ്ങനെയുള്ള ചില പരാമർശങ്ങളായിരിക്കും അത്. പൊതുവിൽ NSSോ SNDPയോ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പൊതു നിലപാടല്ല, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നിലപാടുമല്ല. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് കൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് കേന്ദ്ര ഭരണവിരുദ്ധ വികാരമല്ല, സംസ്ഥാന തലത്തിലുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അത് കാണാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. ആര്? വെള്ളാപ്പള്ളി. അതെനിക്കറിയില്ല. അങ്ങനൊരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ബോധ്യപ്പെടും. ഇപ്പോൾ BJPക്ക് ഒരു 2 സീറ്റോ അല്ലെങ്കിൽ 3 സീറ്റോ ലഭിക്കും എന്നുള്ള രീതിയിലുള്ള പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി ജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ വേണ്ടിയിട്ട് ചില സമുദായ സംഘടനകളെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ചെയ്യുന്നു. സമുദായ നേതാക്കൾ തന്നെ പലരും ഇത് പറയുന്നു. സമുദായം ഇത് അംഗീകരിക്കുമോ? ഒരു സമുദായം അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല, ഒരു സമുദായ നേതാക്കളും BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന ഒരു ധാരണയും അവർക്ക് ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രൂപത്തിലുള്ള ഒരു പ്രചരണവും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. ഇനി ആരെങ്കിലും തീരുമാനിച്ചാൽ തന്നെ ഒരൊറ്റ BJPക്കാരനും ഇവിടെ നിന്ന് ജയിക്കാൻ പോകുന്നില്ല. മുതിർന്ന CPM നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ AK ബാലനാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. പ്രധാനമായും സമുദായ നേതാക്കൾ ഒരിക്കലും വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരാൾ ഇടതുപക്ഷത്തിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞ ആ സാഹചര്യം എന്താണെന്ന് അറിയില്ല. ഒപ്പം തന്നെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. പിണറായിയെ തൊടാൻ എന്തായാലും ആർക്കും കഴിയില്ല. അതായത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പിണറായിക്കെതിരെ മാത്രം, എന്തുകൊണ്ട് പിണറായിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അദ്ദേഹം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ അദ്ദേഹം പ്രതികരിക്കുന്നു. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. AK ബാലൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് നേതാക്കൾ